നമസ്കാരം. ഓം നമ ശിവായ. ശനി, രാഹു എന്നിവ പൊതുവെ നീചഗ്രഹങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇതിൽ ചില നല്ല ഫലങ്ങൾ വന്നാലും പൊതുവെ മോശം എന്നാണ് പറയാറ്. അതായത് ശനി ദശ, രാഹു ദശ എന്നിവ മോശമായിട്ടാണ് പൊതുവെ ജ്യോതിഷപ്രകാരം കാണുന്നത്. 2023 ജനുവരി 17 വൈകിട്ട് 7 മണിക്ക് മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് ശനി മാറി. അത് 2023 2024 ജൂൺ 30 ശനിയാഴ്ച പുലർച്ചെ 12:36 വക്രഗതിയിലേക്ക് ശനി മാറി. ഇത് 2024 നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 7:51 അവസാനിച്ചു കഴിഞ്ഞു. നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 5:52 മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുകയാണ്. ഇനിയാണ് രാഹുവുമായുള്ള ഒരു സംയോഗം ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത വർഷം, അതായത് 2025 മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് മാറും. ഈ സമയത്തിനിടയിലാണ് ശനി രാഹു സംയോഗം നടക്കുന്നത്. മാർച്ചിൽ ശനിമാറ്റം വീണ്ടും സംഭവിക്കുന്നുണ്ട്. അതുവരെ ഈ സംയോഗം ഉണ്ടാകും. ഈ സംയോഗം നടക്കുമ്പോൾ 6 നക്ഷത്രക്കാർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൂക്ഷിക്കണം. അപ്പോൾ പോസിറ്റീവായ ഫലങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എങ്കിലും ഈ ശനിയും രാഹുവും സംയോഗിക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് ഫലമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ചില ചിട്ടയായ പ്രവർത്തനവും ചിട്ടയായ രീതികളുമൊക്കെ നടത്തേണ്ടത് അനിവാര്യമാണ്. ഇത് 27 നക്ഷത്രക്കാർക്കും പൊതുവെ ദോഷകരമാണ് എങ്കിലും ചിലർക്ക് ഏറെ ദോഷം വരുത്തും. ഇതിൽ 6 നാളുകാരാണ് വരുന്നത്. ഇവരെ ഇത് നേരിട്ട് ബാധിക്കും. 27 നക്ഷത്രക്കാർക്കും ദോഷമാണ് എങ്കിലും ഇനി പറയാൻ പോകുന്ന 6 നാളുകാർക്ക് ഇത് വലിയ രീതിയിൽ ദോഷമാകുന്നു എന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. ഇവരെ ഇത് ദോഷകരമായി ബാധിക്കും എന്നതിന്റെ അർത്ഥം എല്ലാവരെയും ബാധിക്കും എന്നതല്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തവരെയാണ് ഇത് ബാധിക്കുന്നത്. അഥവാ ബാധിച്ചാൽ അത് ചെറിയ രീതിയിലേ ബാധിക്കും. അതായത് ഭക്തിയും നല്ല ചിട്ടകളും രീതികളും ഒക്കെ ഉള്ളവരെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ല. ഇതങ്ങ് ഒഴിഞ്ഞു പൊക്കോളും. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് ദോഷമായിട്ട് ഇത് ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുവർത്തിക്കേണ്ട ചില രീതികളും ഭക്തിയും ചിട്ടകളും ഒക്കെയുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മീനം രാശി. മീനം രാശിയിൽ പെടുന്ന പൂരൊരുട്ടാതി, അവസാന കാൽനാഴിക, ഉത്രട്ടാതി, രേവതിക്കാരെയാണ് ഇത് ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. ഇത് ചില പ്രത്യേക തരക്കാരെയാണ് ബാധിക്കുക. നീചമായ വാക്കും പ്രവൃത്തിയും ഉള്ളവർ, നിത്യ നൈമിതിക പ്രവർത്തനങ്ങളൊക്കെ പാലിക്കാതെ അലസതയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ, ദോഷചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ഇത് ബാധിക്കുന്നു. ഈ 2-3 മാസങ്ങളിൽ ഏതെല്ലാം തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഇത് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ജാമ്യം നിൽക്കുക, പ്രമാണം ഒപ്പുവെക്കുക എന്നിവയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അല്ലെങ്കിൽ അതൊക്കെ വലിയ ആപത്തുകളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും പോയി പെടുന്നതായിട്ടാണ് കാണുന്നത്. ഈ മീനം രാശിയിലെ ഈ നക്ഷത്രക്കാരെ മാത്രമല്ല, വേറെ 3 നക്ഷത്രക്കാരെ കൂടി ഇത് ബാധിക്കുന്നുണ്ട്. അത് ഞാൻ പറയാം. ഇവർ ദിവസവും 2 നേരവും കുളിക്കുക. രാവിലെ 6 മണിക്ക് മുമ്പായിട്ട് ഇവര് ഉണരണം. ക്ഷേത്ര ദർശനം നടത്തുക, പ്രത്യേകിച്ചും നവഗ്രഹ ക്ഷേത്ര ദർശനം. വരുന്ന 2-3 മാസങ്ങൾ വരെയെങ്കിലും ഇത് നിങ്ങൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരീരശുദ്ധിയും പ്രാർത്ഥനയുമായിട്ട്
അടുത്ത മാർച്ച് മാസം വരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ദിവസവും 2 നേരവും കുളിക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. മനസ്സിൽ ദോഷകരമായിട്ട് ഇപ്പൊ ആർക്കെങ്കിലും ദോഷം വരണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി ഭക്തിയുടെ മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അടുത്ത 3 നക്ഷത്രക്കാരെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അടുത്തത് കന്നി രാശിയിൽ പെടുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരാണ്. ഇവരിലും തോന്നിയതുപോലെ ജീവിക്കുന്നവരെയാണ് ഇത് ബാധിക്കുന്നത്. മുൻ രാശിക്കാരെ ബാധിച്ച അത്ര ഇത് ഇവരെ ബാധിക്കില്ല, എങ്കിലും തീർച്ചയായിട്ടും ഇവരെയും ബാധിക്കാൻ ഇടയുണ്ട്. വേഷപ്രച്ഛന്നരായ രൂപത്തിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചതിയായിട്ട് മാറാം. അതായത് ആരെങ്കിലും വേഷപ്രച്ഛന്നരൊക്കെ ആയിട്ട് മാറി നിങ്ങളുടെ അടുത്ത് വന്നേക്കാം. നിങ്ങളെ ചതിയിലൂടെ ആപത്തിൽപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. തസ്കര ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ വേണം. വലിയ രീതിയിൽ നഷ്ടം വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളും വലിയ ബുദ്ധിമുട്ടുകളുമായി മാറാൻ സാധ്യതയുണ്ട്. തിരിച്ചു തരില്ല എന്ന് സംശയമുള്ള ആർക്കും കടം കൊടുക്കാതിരിക്കുക. ശനിയും രാഹുവും ശുഭഗ്രഹ ദൃഷ്ടിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ ജീവിതത്തിൽ വരാൻ ഇത് ഇടയാക്കും. അപ്പോൾ ഈ പറഞ്ഞ 6 നക്ഷത്രങ്ങൾ, മീനം രാശിയിലെ ആളുകളും കന്നി രാശിയിലെ നക്ഷത്രങ്ങളും, അപ്പോൾ ഇവർ തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ അനുവർത്തിക്കുക, നല്ല ജീവിതം തുടരുക. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഭക്തിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുറെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും, ആശ്വാസം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി എല്ലാവരും ഭക്തി ഇല്ലാതെ നടക്കണം എന്നല്ല പറയുന്നത്. എല്ലാ നക്ഷത്രക്കാരെയും ഇത് ബാധിക്കും. പക്ഷെ നേരിട്ട് കുറച്ച് രൂക്ഷമായിട്ട് ഈ നക്ഷത്രക്കാരെയാണ് ബാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.